സമൂഹത്തിൻ്റെ പല മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തെടുത്ത തീരുമാനമാണ്. അത് ഞാൻ പറയുന്നതേ ഉള്ളൂ, അത് എൻ്റെ മാത്രം പദ്ധതിയല്ല. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. 2030 ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും നല്ല വികസനം എത്തിയിട്ടുള്ള 3 നഗരങ്ങളിൽ ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുക. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം, ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമാണ്. തിരുവനന്തപുരത്ത് ജനിച്ചിരുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നൊരു 10 ദിവസം ജീവിച്ചാൽ കൊള്ളാം, എല്ലാത്തിനും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തെ മാതൃകയാക്കുക എന്ന് ഓരോരുത്തരും നാവിൽ നിന്ന് അവർ തന്നെ സ്വന്തമേ പറയുന്ന ഒരവസ്ഥയിലേക്ക് തിരുവനന്തപുരത്തെ എത്തിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹം. അതിൽ ആദ്യം സംഘടനാപരമായിട്ടുള്ള ആഗ്രഹം 2030 ആകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല 3 നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക. അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങ് ചോദിച്ച പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെയൊക്കെ തീർച്ചയായിട്ടും ഞാൻ എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞല്ലോ, അവരുടെയൊക്കെ തന്നെ അനുഭവ സമ്പത്ത്, പരിചയം ഒക്കെ തന്നെ പരമാവധി ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തായിരുന്നു, അപ്പോഴും കൗൺസിലറായി വി രാജേഷ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 5 വർഷം എന്താണ് കോർപ്പറേഷനിൽ നടന്നത് എന്നതൊക്കെ വ്യക്തമായി അറിയാവുന്നയാളാണ്. അപ്പോൾ അതിൽ തിരുത്തലുകൾ വേണ്ടത് എവിടെയാണെന്നും രാജേഷിന് വ്യക്തിപരമായി നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇത്തവണ പ്രതിപക്ഷത്ത് വരുന്നത് LDFും UDFും ഒന്നിച്ച് നിങ്ങളെ എതിർക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അത് വെല്ലുവിളിയാവുമോ? അവർ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഞാൻ പറയുന്നില്ല, ചില കാര്യങ്ങളിൽ ആശയപരമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വിയോജിപ്പുകൾ ഉണ്ടാകുമല്ലോ. ഇപ്പം സുജയും ഞാനും തമ്മിൽ വിയോജിപ്പ് ഉണ്ടാകുമ്പോഴാണല്ലോ പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ട് വിയോജിക്കണം. ജനാധിപത്യത്തിൽ ഞങ്ങൾ യോജിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വിയോജിപ്പും ചേരുമ്പോഴാണ് ജനാധിപത്യ ശക്തി ആർജിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മുൻ മേയർമാർ, നല്ല രീതിയിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ച മുൻ ഡെപ്യൂട്ടി മേയർമാരൊക്കെ ഉണ്ട്, മുൻ MLA ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ അനുഭവ സമ്പത്ത് എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു ചിന്തയും ചർച്ചയുമായിരിക്കും. ഞങ്ങൾ 2015 മുതൽ പ്രതിപക്ഷമാണ്. പ്രത്യേകിച്ച് 2020 മുതൽ താങ്കൾ പറഞ്ഞതുപോലെ ഞാനൊരു കൗൺസിലറായിട്ട് കോർപ്പറേഷനുള്ളിലുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ആ കോർപ്പറേഷനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മേയർ സ്ഥാനത്തേക്ക് ജയിച്ചെത്തിക്കഴിഞ്ഞാൽ കൂടുതൽ രേഖകളൊക്കെ പരിശോധിക്കുവാനും അതിലൂടെയൊക്കെ പോകാൻ സാധിക്കും. ഈ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു കഴിഞ്ഞ 5 വർഷം. അപ്പോൾ സംഘടനാപരമായുള്ള ഇടപെടലുകളും കൗൺസിലർ എന്നുള്ള ഇടപെടലുകളും ഒരുമിച്ച് ചേർന്നതിൻ്റെ ഒരു അനുഭവ സമ്പത്ത്, 5 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട്. അതെങ്ങനെ സമൂഹത്തിനും അതോടൊപ്പം തന്നെ എൻ്റെ പാർട്ടിക്കും പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും.